ഒരു കാലത്ത് ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചിരുന്നത് കത്തുകളായിരുന്നു. പിന്നീട് നമ്മുടെ മൊബൈൽ ഫോൺ വന്നതോടുകൂടി അത് കോളിങ്ങിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഒരു ട്രെൻഡിങ് എന്ന് പറയുന്നത് ചാറ്റിംഗ് ആണ്. പക്ഷേ ഒരാളോട് എങ്ങനെ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രഷിനെ എങ്ങനെ ചാറ്റ് ചെയ്തിട്ട് ആളെ വളച്ചെടുക്കാമെന്നൊന്നും കാര്യമായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോ ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. അതായത് ഈ ഒരു വീഡിയോയിലെ ടിപ്സുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോയിട്ട് നിങ്ങൾ ആരോടെങ്കിലൊക്കെ ചാറ്റ് ചെയ്തത് വീട്ടിൽ പിടിച്ചിട്ട് കട്ട സീനായി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഞാൻ അതിന് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് നമ്മൾ സിംഗിൾ പസംഗികൾക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ ഇന്ന് ഒരുപാട് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്നും ഷോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഷോപ്പിംഗ് നടത്തുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷ് ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം പൊളിക്കില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സ്വന്തം ക്യാഷ് കെയർ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആമസോണിൽ നിന്നാണെങ്കിലും അതേപോലെ തന്നെ സ്വിഗ്ഗിയിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ മിൻട്രയിൽ നിന്നാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരുപാട് ക്യാഷ് ബാക്കുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തുള്ള നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് കയറുക. നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കയറുകയാണെങ്കിൽ 25 രൂപ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസുകളൊക്കെ കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ നിന്നാണോ സാധനം മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ആമസോൺ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആമസോൺ സെർച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഓറഞ്ച് കളറിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വിസിറ്റ് റീറ്റെയിലർ കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ആമസോണിലേക്ക് ഇത് റീഡയറക്റ്റ് ആകുന്നതായിരിക്കും. എന്നിട്ട് സാധാരണ രീതിയിൽ തന്നെ ആമസോണിൽ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന പോലെ ഒരു സാധനം നമ്മൾ മേടിക്കുക. ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ക്യാഷ് കറൗണ്ട് അക്കൗണ്ടിലെ മൈ ഏണിങ്സ് എന്ന ഭാഗത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് ബാക്ക് നമുക്ക് അവിടെ കയറിയതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ക്യാഷ് 250 രൂപയായി കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനും അതുപോലെ തന്നെ ആമസോണിൻ്റെ ഒക്കെ വൗച്ചറുകളാക്കി മാറ്റിയിട്ട് വീണ്ടും പോയിട്ട് ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ഇതൊരു വെറുതെ കിട്ടുന്ന ക്യാഷ് ആണ്. അത് വെറുതെ അങ്ങനെ കളയണ്ട. അപ്പോൾ താഴത്തിൽ നമ്മളെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മളെ ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യം ഇമോജികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഇമോജികൾ അല്ലെങ്കിൽ ഈ സ്മൈലീസ് കാര്യമായിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ചാറ്റിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ഒരിക്കലും നമ്മുടെ ഫീലിങ്സ് ഈ ലെറ്റേഴ്സിലൂടെ നമുക്ക് വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ഇമോജിസ് അല്ലെങ്കിൽ ഈ സ്മൈലീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ്. പക്ഷേ ചില ആളുകൾ ചെയ്യുന്നൊരു കാര്യം എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്തോ അല്ലെങ്കിൽ തുടക്കത്തിലോ തീർച്ചയായിട്ടും ഒരു സ്മൈൽ ഉണ്ടായിരിക്കും. സ്മൈൽ ഇല്ലാതെ ഒരു കളി അല്ലെങ്കിൽ ഇമോജി ഇല്ലാതെ ഒരു മെസ്സേജ് പോലും അയക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു കാരണവശാലും ഒരാളോട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ നമുക്ക് ഇംപ്രസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രഷിനോട് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആളെ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ നമുക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ട് എങ്കിൽ ഒരു കാരണവശാലും അമിതമായിട്ടുള്ള ഇമോജികൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇമോജി യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ അതൊരിക്കലും ഒരു പരിധി വിട്ടു പോകരുത്. എല്ലാ മെസ്സേജിനും ഇത്തരത്തിൽ ഇമോജികൾ അയക്കുമ്പോൾ അതൊരു ബോറായിട്ട് മാറും. അപ്പോൾ ഒരു ലിമിറ്റഡ് ആയിട്ട് മാത്രം ഇമോജീസ് അയക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ ലിസ്റ്റിലെ രണ്ടാമത്തെ കാര്യം വെയിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. നമ്മൾ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു, ഒരു ഹായ് എന്നൊരു മെസ്സേജ് അയച്ചു. ആ സമയത്ത് ആൾ ഓൺലൈനിലുണ്ട്. പക്ഷേ നമുക്കൊരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്നും ആൾ റിപ്ലൈ ഒന്നും തന്നില്ല. അത് കഴിഞ്ഞിട്ട് അയാൾ ആ ഒരു സമയത്ത് തന്നെ വാട്സപ്പിലാണെങ്കിൽ ഒരു സ്റ്റാറ്റസ് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ വീണ്ടും പോയിട്ട് അയാളോട് ഹായ് ഹലോ എന്ന് അങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രവണത പൊതുവെ ഉണ്ടാകാറുണ്ട്. ഈ ഒരു കാര്യം ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലാതെ വീണ്ടും മെസ്സേജ് അയച്ചിട്ട് അവരെ മൊത്തത്തിലൊരു ചടപ്പിക്കുന്ന പരിപാടി ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇങ്ങനെ തന്നെ ഇനിയിപ്പോൾ റിപ്ലൈ തരുന്ന കാര്യത്തിൽ അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മൾ അയച്ചിട്ടുള്ള ആ ഒരു മെസ്സേജ് അവർ കണ്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആൾക്ക് നമ്മളോട് ചാറ്റ് ചെയ്യാൻ വലിയൊരു താല്പര്യമില്ല. അപ്പോൾ കുറച്ച് മെസ്സേജുകൾ നമ്മൾ ഇത്തരത്തിൽ അയച്ച് ആളുടെ റിപ്ലൈ വെയിറ്റ് ചെയ്തു വീണ്ടും അയച്ച് അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആൾക്ക് നമ്മളോട് ചാറ്റ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇൻട്രസ്റ്റ് ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഡിലേ മെസ്സേജിന് റിപ്ലൈ തരുന്ന കാര്യത്തിൽ വരുന്നുണ്ടെങ്കിൽ പിന്നെ ആളെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെയും പുറകെ പോയിട്ട് നമ്മുടെ ഒരു വില കളയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. നമ്മളെ ലിസ്റ്റിലെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരാളെ നമുക്കൊരു ഹായ് അയച്ചു. അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ഒരുപാട് മെസ്സേജുകൾ തിരിച്ചയക്കാതെ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഹായ് അയച്ച സമയത്ത് ഓ മൈ ഗോഡ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷവാനാണ്, അത്തരത്തിലുള്ള ഒരുപാട് മെസ്സേജുകൾ അങ്ങോട്ട് തിരിച്ചയക്കാതെ ഹായ് എന്ന് ആരെങ്കിലും അയച്ചു കഴിഞ്ഞാൽ തിരിച്ചൊരു ഹായ് എന്ന് മാത്രം അയക്കുക. ആദ്യമായിട്ട് ആ ഒരു കോൺവെർസേഷൻ തുടങ്ങിയിട്ടുള്ളത് മറ്റേ ആളായതുകൊണ്ട് തന്നെ അയാൾ അടുത്തതായിട്ട് എന്താണ് പറയാൻ പോകുന്നത് എന്നതിന് വേണ്ടി
വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഈ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ ഒരു ചാറ്റിംഗ് കൊണ്ടുപോകാനായിട്ട്. അല്ലെങ്കിൽ അതും ഒരു ഭൂലോക ഒരു തോൽവി രീതിയിലേക്ക് നമ്മുടെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചാറ്റിംഗ് മാറുന്നതായിരിക്കും. നമ്മൾ ലിസ്റ്റിലെ 4ാമത്തെ കാര്യം നോക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണിത്. ഇത് നമ്മൾ രാവിലെ ആണെങ്കിലും ചോദിക്കും, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ചോദിക്കും, അതുപോലെ തന്നെ വൈകിട്ടും, അതുപോലെ രാത്രി ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഫുഡ് കഴിച്ചോ എന്നുള്ളത്. ഇതിനേക്കാൾ വലിയൊരു ബോറിംഗ് ആയിട്ടുള്ളൊരു സംഭവം വേറല്ല. രാവിലെ ആണെങ്കിലും ഇത്തരത്തിൽ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കും, ഉച്ചക്കാണെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും, അതുപോലെ തന്നെ എന്താണ് കഴിച്ചത്. ഇത്തരത്തിൽ ഫുഡുമായി റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഈ ചോദ്യങ്ങൾ മാക്സിമം നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അത്. വേറെ ആൾക്കാർ നമ്മളോട് ഇത്തരത്തിൽ ചോദിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഒരു കാര്യം എത്രത്തോളം ബോറിംഗ് ആണ് എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രഷിനോട് കാര്യമായിട്ടുള്ള ചാറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഫുഡിൻ്റെ കാര്യങ്ങൾ നിങ്ങളായിട്ട് എടുത്തിടാതിരിക്കുക. ആളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നൈസായിട്ട് എന്തിനാണ് റിപ്ലൈ കൊടുക്കുക. ഒരു ഭയങ്കര ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ ഫുഡുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചോ, എന്താണ് കഴിച്ചത് എന്നുള്ള ആ ഒരു ചോദ്യം. അത് മാക്സിമം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു നല്ല രീതിയിൽ നമ്മൾ ആ ഒരു കോൺവെർസേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. 5ാമത്തെ കാര്യം നോക്കുമ്പോൾ നമ്മൾ ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ കോൺവെർസേഷന് നമ്മൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. അതായത് ഇപ്പോൾ ഇന്നലെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ആദ്യം അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ച്, അതുപോലെ തന്നെ ഇന്നും ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് അങ്ങോട്ട് അയച്ചത്. ഇനിയിപ്പോൾ നാളെ ആണെങ്കിലും അത്തരത്തിൽ ഞാൻ തന്നെ വീണ്ടും പോയിട്ട് അങ്ങോട്ട് മെസ്സേജ് അയക്കുക. അപ്പോൾ അത്തരത്തിൽ എല്ലാ ദിവസവും നമ്മൾ അങ്ങോട്ട് പോയി മെസ്സേജ് അയച്ചിട്ടാണ് ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നൈസായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു 3-4 ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളാ ഒരു ക്രഷ് അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് ഒരു ദിവസം നമ്മൾ ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു ചാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. അപ്പോൾ അത്തരത്തിൽ ആളിങ്ങനെ നമ്മൾ 1-2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് പോലും നമുക്ക് ഇങ്ങോട്ടൊരു മെസ്സേജും അയക്കുന്നില്ല എങ്കിൽ നൈസായിട്ട് ആളങ്ങോട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവർ ഇത്തരത്തിൽ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടൊരു മെസ്സേജ് അയച്ചിട്ട് നമ്മൾ ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് ആൾക്ക് നമ്മളോട് ചാറ്റ് ചെയ്യാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെയാണ്. 6ാമത്തെ കാര്യം, നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ക്രഷിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്യുന്ന ആൾക്ക് പാട്ടുകൾ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പാട്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു ചാറ്റ് ഒരുപാട് നേരത്തേക്ക് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും. നല്ലൊരു അടിപൊളിയായിട്ട് തന്നെ ചാറ്റിംഗ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. 7ാമത്തെ കാര്യം വരുന്നത് ഫോട്ടോസ് എടുക്കുക, അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ വാട്സപ്പിൻ്റെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ്, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് ചാറ്റിംഗ് കൊണ്ടുപോകാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് ഈ ഒരു ഫോട്ടോസുകൾ എടുക്കുക, അയച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഒരു കാരണവശാലും നിങ്ങളുടെ സെൽഫികൾ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ആ ഒരാളെ ഒരിക്കലും വെറുപ്പിക്കാതിരിക്കുക. അപ്പോൾ എങ്ങനത്തെ ഫോട്ടോസുകളാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചാറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു കളറിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള പൂക്കളോട് ഭയങ്കര ഒരു താല്പര്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫോട്ടോസുകൾ നമ്മൾ എടുത്തിട്ട് ആൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചാറ്റിംഗ് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഒരുപാട് സമയം നമുക്ക് അതിനെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും സംസാരിച്ചിട്ട് അങ്ങനെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ചാറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു കോൺവെർസേഷൻ അങ്ങനെ കൊണ്ടുപോകാൻ കഴിയും. 8ാമത്തെ കാര്യം നോക്കുമ്പോൾ ഇത് നമ്മുടെ നിലപാടുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി നമ്മളോട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് ആ സിനിമ നമുക്ക് തീരെ ഇഷ്ടമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും നമ്മൾ അവർക്ക് സങ്കടമാകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കള്ളം പറയാം, എനിക്കും ആ ഒരു ഫിലിം നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ കള്ളം പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ. നമ്മുടെ നിലപാടിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ കള്ളം പറയുന്ന ആ ഒരു കാര്യം മാക്സിമം ഒഴിവാക്കുക. നമുക്കെപ്പോഴും നമ്മുടേതായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ എല്ലായ്പ്പോഴും നമ്മളത് പ്രകടിപ്പിക്കുക. അത് നമുക്ക് തന്നെ ഒരു വില ഉണ്ടാക്കുന്ന ഒരു സംഭവം. നമുക്ക് നമ്മുടേതായിട്ടൊരു വില തരുന്ന കാര്യമാണ് നമ്മുടെ നിലപാടുകൾ ഏത് സമയത്തും സംസാരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ടിപ്പാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം മുഴുവനായിട്ടും അങ്ങോട്ട് വിളിച്ച് പറയാതിരിക്കുക എന്നുള്ളത്. ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിയിട്ട് എപ്പോഴും നമ്മൾ ചാറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലൊരു ഹെൽത്തി ചാറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരാളെ നമ്മൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളോട് ചാറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളെ 10ാമത്തെ കാര്യം നോക്കുന്ന സമയത്ത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ സ്കെഡ്യൂളുകൾ, അതായത് അവർ എന്തൊക്കെയാണ് ഓരോ സമയത്ത് ചെയ്യുക, എപ്പോഴൊക്കെയാണ് അവർ കാര്യമായിട്ടും ബിസി ആയിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ അവർ എപ്പോഴാണ് ഫ്രീ ആകുന്നത് എന്നുകൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് മാത്രമായിട്ട് അവരോട് പോയിട്ട് നമ്മൾ ചാറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള റിപ്ലൈകൾ കിട്ടും. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ചാറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഒരാൾ നമ്മളോട് സീരിയസ് ആയിട്ടൊരു കാര്യത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും കുറേ ഇങ്ങനെ അയക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഒരാളോട് ഒരു കാര്യം
സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് അയാൾ ഇത്തരത്തിൽ നമ്മളോട് അതുപോലെ തന്നെ എന്നൊക്കെ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ആൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ആളുകളെ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് അതോടുകൂടി തന്നെ അവരോട് ചാറ്റ് ചെയ്ത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഒരാൾ നമ്മളോട് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഈ ഒരുപാട് എമ്മുകൾ അടുപ്പിച്ച് അയച്ചു കഴിഞ്ഞാലൊക്കെ ആൾക്ക് തന്നെ പൊതുവെ ഒരു ചടപ്പ് ആ ഒരു സമയത്ത് ഫീൽ ചെയ്യും, ഒരു മടുപ്പ്, നമ്മളോട് ചാറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരു മടുപ്പ് ആ ഒരു സമയത്ത് തന്നെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരാൾ സീരിയസ് ആയിട്ട് നമ്മളോട് എന്തെങ്കിലും കാര്യം പറയുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് അയാളോട് തിരിച്ച് അങ്ങോട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്ലൈകൾ തിരിച്ചയക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വിചാരിക്കുന്നു. ഇത് മുഴുവനായിട്ടും എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നല്ല, ഇതൊരുപാട് ഡേറ്റിംഗ് എക്സ്പേർട്ടുകൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഒരാളെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ചാറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളെ ക്രഷിനൊക്കെ എങ്ങനെയൊക്കെ ചാറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വളച്ചെടുക്കാനും ഒക്കെ കഴിയുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ക്യാഷ് കാരോൻ്റെ കാര്യം നിങ്ങളാരും മറക്കണ്ട. അപ്പോൾ വെറുതെ കിട്ടുന്ന കാശാണ്, അപ്പോൾ മാക്സിമം നമ്മളൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ താഴത്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.